എല്ലാവർക്കും +1 അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാലൻസ് ഷീറ്റിനെ പറ്റിയാണ് പഠിച്ചത്. ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ തയ്യാറാക്കും എന്നാണ് പഠിക്കുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതിനെ രണ്ടിനെയും ചേർത്ത് പറയുന്ന പേരാണ് ഫൈനൽ അക്കൗണ്ട്സ്. ഇത് ട്രയൽ ബാലൻസിൽ നിന്ന് എങ്ങനെ തയ്യാറാക്കും എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചോദ്യം ശ്രദ്ധിക്കുക. The following is the trial balance of Ravi Traders as on 31st December 2018. Trial balance as on 31st December 2018. Name of accounts: debit to rupees, credit to rupees. Capital 40,500. Capital 40,500. Purchases 45,000. Purchases returns 3,000. സെയിൽസ് 72,000. സെയിൽസ് റിട്ടേൺസ് 2,000. സെയിൽസ് റിട്ടേൺ എത്രയാണ്? 2,000. ശ്രദ്ധിക്കുക. സ്റ്റോക്ക് ഓൺ 1/1/2018 15,000. ക്യാഷ് ഇൻ ഹാൻഡ് 2,200. സാലറീസ് 3,050. റെൻറ്റ് ഡെബിറ്റ് കോളത്തിൽ 1,250, അത് റെൻറ്റ് പെയ്ഡ് ആയിരിക്കും. ക്രെഡിറ്റ് കോളത്തിൽ 700, അത് റെൻറ്റ് റിസീവ്ഡ് ആയിരിക്കും. കമ്മീഷൻ റിസീവ്ഡ് 300. വേജസ് 1,500. കാരേജ് ഓൺ പർച്ചേസസ് 500. കാരേജ് ഓൺ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ കാരേജ് ഇൻവാർഡ്സ് ആണ്. പർച്ചേസസ് സംബന്ധമായിട്ടുള്ള കാരേജ് ഇൻവാർഡ്സ് ആണ്. കാരേജ് ഓൺ പർച്ചേസസ് എത്രയാണ്? 500. സൺട്രി ക്രെഡിറ്റേഴ്സ് 6,000. സൺട്രി ഡെപ്റ്റേഴ്സ് 9,000. മിഷനറി 3,000. ഫർണിച്ചർ 10,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 30,000. ടോട്ടൽ 1,22,500 ഓൺ ബോത്ത് ബാലൻസസ്. 1,22,500. പിന്നെന്താണ് ടോട്ടലിന് താഴെയായിട്ട് പറഞ്ഞിരിക്കുന്നത്? സ്റ്റോക്ക് ഓൺ 31st December 2018 വാസ് ₹21,000. ക്ലോസ് സ്റ്റോക്ക് 21,000 രൂപ ആകുന്നു. പ്രിപ്പയർ ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് എ ബാലൻസ് ഷീറ്റ് ഓൺ ദാറ്റ് ഡേറ്റ്. എന്താണ് തയ്യാറാക്കേണ്ടത്? ഈ ട്രയൽ ബാലൻസ് ഏത് ഡേറ്റിൻ്റെതാണോ ആ ഡേറ്റിൻ്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, അതായത് ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2018. ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. പർട്ടിക്കുലേഴ്സ് റുപ്പീസ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് ക്വസ്റ്റ്യനിൽ? ഇതാ ഇവിടെയുണ്ട്. സ്റ്റോക്ക് ഓൺ 1/1/2018. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, 15,000 രൂപ. ഇതെങ്ങനെ എഴുതും? ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് കോളത്തിൽ 15,000. നെക്സ്റ്റ് പർച്ചേസസ് എത്രയാണ്? ഇതാ നോക്കൂ, 45,000. ഇന്നർ കോളത്തിൽ 45,000 കാണിച്ചിരിക്കുന്നു. ലെസ് പർച്ചേസസ് റിട്ടേൺ എത്രയാണ്? ക്രെഡിറ്റ് എമൗണ്ടിൽ കാണിച്ചിട്ടുണ്ട് 3,000 ലെസ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ കാണിക്കണം. 45,000 മൈനസ്
3000, 42,000. 42,000. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്? വേജസ് ഉണ്ട്. വേജസ് എത്രയാണ്? 1,500. ടു വേജസ് 1,500 കാണിച്ചിരിക്കുന്നു. ഇനി എന്താണുള്ളത്? കാരേജ് ഓൺ പർച്ചേസ്, ചരക്കുകൾ വാങ്ങുമ്പോൾ നൽകിയിരിക്കുന്ന കാരേജസ്, ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതിനെയാണ് കാരേജ് ഇൻവാർഡ്സ് എന്നും പറയുന്നത്. അപ്പോൾ ടു കാരേജ് ഓൺ പർച്ചേസ്, ടു കാരേജ് ഓൺ പർച്ചേസ്. കാരേജ് ഓൺ പർച്ചേസ് എത്രയാണ് എമൗണ്ട്? 500. 500 രൂപ കാണിച്ചിരിക്കുന്നു. ഡയറക്റ്റ് എക്സ്പെൻസസ് എടുത്തു. ഈ സൈഡിലാകെ എടുക്കുന്ന ഐറ്റംസ് എന്താണ് പ്രത്യേകത? ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസസ്, നെറ്റ് പർച്ചേസസ് എടുക്കുന്നു, ടു ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്? വേജസും കാരേജ് ഓൺ പർച്ചേസസും ഉണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എടുക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? നെറ്റ് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇവയാണ് എടുക്കുന്നത്. ബൈ സെയിൽസ്, ക്രെഡിറ്റ് സൈഡ് ബൈ സെയിൽസ്. സെയിൽസ് എത്രയാണ്? 72,000. ഇതാ ഇവിടെയുണ്ട് സെയിൽസ് 72,000. ഇന്നർ കോളത്തിൽ കാണിക്കുന്നു സെയിൽസ് റിട്ടേൺസ് ഉണ്ട്. ലെസ് സെയിൽസ് റിട്ടേൺ, ലെസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ എത്രയാണ്? 2,000. 2,000 ലെസ് ചെയ്യുന്നു. 72,000 മൈനസ് 2,000, 70,000. ആ 2,000-ന് നേരെയായി ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി ക്ലോസിംഗ് സ്റ്റോക്കാണ് കാണിക്കേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ടോട്ടലിന് താഴെയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നോക്കുക. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 21,000. ക്ലോസിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് ഓൺ 31st December 2018 വാസ് rupees 21,000, 21,000. ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റംസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ എടുക്കുകയുള്ളൂ. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബാലൻസ് ഷീറ്റിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ എടുക്കില്ല. എന്നാൽ ട്രയൽ ബാലൻസിന് ശേഷം പറയുന്ന ഐറ്റംസ്, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രമല്ല ബാലൻസ് ഷീറ്റിലും ഒരു അസറ്റായിട്ട് എടുക്കുന്നതായിരിക്കും. സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റായിട്ട് എടുക്കുന്ന തുകയും ഈ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെബിറ്റിലും എമൗണ്ട് കോളമുണ്ട്, ക്രെഡിറ്റിലും എമൗണ്ട് കോളമുണ്ട്. ഏത് എമൗണ്ട് കോളത്തിലാണോ തുക അധികം വരുന്നത് ആ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. ഇവിടെ 42,000 പ്ലസ് 15,000 പ്ലസ് 1,500 പ്ലസ് 500 ഇത്രയേ വരുന്നുള്ളൂ. ഇവിടെ 70,000 പ്ലസ് 21,000. അപ്പോൾ കൂടുതൽ ഈ ഭാഗത്താണ്, അതുകൊണ്ട് ഈ ഭാഗത്ത് ടോട്ടൽ ചെയ്യുന്നു. എത്രയാണ്? 91,000. ഡബിൾ അണ്ടർലൈൻ ചെയ്യുന്നു. സമാന്തരമായിട്ട് ആ തുക ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു, 91,000. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വ്യത്യാസമുണ്ടായിരിക്കും. എങ്ങനെയാണ് വ്യത്യാസം ലഭിക്കുന്നത്? 91,000 മൈനസ് ഡെബിറ്റ് സൈഡിൽ ഇപ്പോഴുള്ള തുകയുടെ ടോട്ടൽ എത്രയാണത്? 15,000 പ്ലസ് 42,000 പ്ലസ് 1,500 പ്ലസ് 500. ഈ തുക 91,000-ൽ നിന്ന് ലെസ് ചെയ്ത് ലഭിക്കേണ്ടതുണ്ട്. എത്ര ഉണ്ടായിരിക്കും? 59,000 ആണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള തുക. അപ്പോൾ 91,000 മൈനസ് 59,000, 32,000 ആണ് ഡെബിറ്റ് സൈഡിലെ വ്യത്യാസം. എത്രയാണ്? 32,000.
അതിന് നേരെ എന്തെഴുതുന്നു? ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ സി ബാർ ഡി. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എതിർ സൈഡിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ എന്നെഴുതുന്നു. 32,000 കാണിക്കുന്നു. ഇവിടെ ഡബിൾ അണ്ടർലൈൻ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ടോട്ടലിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചില കുട്ടികളോടെങ്കിലും അങ്ങനെ ഇട്ടിട്ടില്ല എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കൂടെ ആ തുക ടോട്ടൽ ചെയ്തു പോകും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യും, ഇൻഡയറക്റ്റ് ഇൻകം ക്രെഡിറ്റ് ചെയ്യും. ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഐറ്റം. ഒരു പ്രാവശ്യം എടുത്ത ഐറ്റംസ് ഒക്കെ ശരിയിട്ട് കാണിച്ചിട്ടുണ്ട്. എവിടെ എടുക്കില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കില്ല, ബാലൻസ് ഷീറ്റിലും എടുക്കില്ല. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. പിന്നെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇവിടെ എടുക്കണം. എത്രയാണ്? 2 സാലറീസ് 3050. 2 സാലറീസ് 3050 കാണിച്ചിരിക്കുന്നു. പിന്നെന്താണ്? റെൻ്റ് പെയ്ഡും റെൻ്റ് റിസീവ്ഡുമുണ്ട്. ഡെബിറ്റ് ബാലൻസ് ഉള്ളത് റെൻ്റ് പെയ്ഡും ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് റെൻ്റ് റിസീവ്ഡുമാണ്. ടു റെൻ്റ് 1250 ഡെബിറ്റ് ബാലൻസ്. ടു റെൻ്റ് 1250. ബൈ റെൻ്റ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് അത് റെൻ്റ് റിസീവ്ഡ് ആണ്. ബൈ റെൻ്റ് എത്രയാണ്? 700 ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് കാണിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ഐറ്റമാണുള്ളത്? കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്. ബൈ കമ്മീഷൻ റിസീവ്ഡ് 300. ബൈ കമ്മീഷൻ റിസീവ്ഡ് 300 കാണിച്ചിരിക്കുന്നു. പിന്നീട് വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റിയാണ്, സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റാണ്, മിഷനറി അസറ്റാണ്, ഫർണിച്ചർ അസറ്റാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ്, ബാലൻസ് ഷീറ്റിലാണ് എടുക്കുക. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റിലെ എമൗണ്ട് കോളത്തിലാണോ കൂടുതൽ തുകയുള്ളത്, അല്ല ക്രെഡിറ്റിലെ എമൗണ്ട് കോളത്തിലാണോ കൂടുതൽ തുകയുള്ളത്? എവിടെയാണോ കൂടുതൽ തുക വരുന്നത്, ടോട്ടൽ അധികം വരുന്നത്, അവിടെ കൂട്ടിയിടുക. അപ്പോൾ ക്രെഡിറ്റിലെ എമൗണ്ട് കോളത്തിലാണ് അധികം വരുന്നത്, അവിടെ ടോട്ടൽ ചെയ്യുന്നു. 33,000 33,000 ഡബിൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. 32,000 പ്ലസ് 700 പ്ലസ് 300 33,000. എതിർ സൈഡിലും സമാന്തരമായിട്ട് ആ തുക കാണിക്കുന്നു. 33,000 ഡബിൾ അണ്ടർലൈൻ ചെയ്യുന്നു. അപ്പോൾ എതിർ സൈഡിൽ വ്യത്യാസമുണ്ടായിരിക്കും. എങ്ങനെയാണ് വ്യത്യാസം കണ്ടെത്തുന്നത്? 33,000 മൈനസ് ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ഇപ്പോഴുള്ള തുകയുടെ ടോട്ടൽ 3050 പ്ലസ് 1250. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാവും. 33,000 പ്ലസ് 4300, 3050 പ്ലസ് 1250 4300, 33,000 മൈനസ് 4300 28,700. 28,700. അതിന് നേരെ എന്താണ് എഴുതുക? ടു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട നെറ്റ് പ്രോഫിറ്റാണിത്. ബാലൻസ് ഷീറ്റിൽ ഈ നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ
ആഡ് ചെയ്തു കാണിക്കുന്നത് എന്ന് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ബാലൻസ് ഷീറ്റാണ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് ഈസ് ഓൺ 31st December 2018. ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ റുപ്പീസ്, അസറ്റ്സ് റുപ്പീസ്. ലാബിലിറ്റി സൈഡ് ആദ്യം ചെയ്യുന്ന അവസരത്തിൽ പെർമനൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റലാണ് ആദ്യം കാണിക്കുക. ക്യാപിറ്റൽ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഐറ്റമാണ് ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക. 40,500, 40,500, 40,500 ക്യാപിറ്റൽ കാണിച്ചിരിക്കുകയാണ്. ആഡ് നെറ്റ് പ്രോഫിറ്റ് 28,700. ആഡ് നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ 28,700 ഇവിടെ കാണുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. 28,700 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 69,200. 69,200. ഇനി എന്ത് ലാബിലിറ്റി ആണോ ഉള്ളത് അതാണ് എടുക്കേണ്ടത്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് 6,000. സൺട്രി ക്രെഡിറ്റേഴ്സ് ഒരു കറൻറ്റ് ലാബിലിറ്റിയാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് അത് 6,000 ആണ് കാണിച്ചിരിക്കുന്നു. മറ്റ് യാതൊന്നും തന്നെ ലാബിലിറ്റി സൈഡിൽ എടുക്കാനില്ല. ഇനി അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് 30,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 30,000 കാണിച്ചിരിക്കുന്നു. ഫർണിച്ചർ മറ്റൊരു ഫിക്സഡ് അസറ്റ്. ഫർണിച്ചർ എത്രയാണ്? 10,000 കാണിച്ചു. മെഷീനറി മറ്റൊരു ഫിക്സഡ് അസറ്റ് 3,000. മെഷീനറി 3,000 കാണിച്ചു. സൺട്രി ഡെപ്റ്റേഴ്സ് ഒരു കറൻറ്റ് അസറ്റ്. സൺട്രി ഡെപ്റ്റേഴ്സ് കറൻറ്റ് അസറ്റാണ്. 9,000 കാണിച്ചിരിക്കുന്നു. സ്റ്റോക്ക് എന്ന രീതിയിൽ ഏത് സ്റ്റോക്കാണ് ഇവിടെ കാണിക്കുന്നത്? ക്ലോസ് സ്റ്റോക്ക്. നേരത്തെ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട്. 21,000 21,000 കാണിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് കാണിക്കേണ്ടത്? സൺട്രി ഡെപ്റ്റേഴ്സ് കാണിച്ചു. ക്യാഷ് ഇൻ ഹാൻഡ് ഇവിടെയുണ്ട് 2,200. ക്യാഷ് ഇൻ ഹാൻഡ് 2,200 അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡ് 2,200 കാണിച്ചിരിക്കുന്നു. 2,200. ഇനി ടോട്ടൽ ചെയ്യുക. എല്ലാ ഐറ്റംസും ഇവിടെ എല്ലാം ശരിയിട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലോ അല്ല എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അല്ല എങ്കിൽ ബാലൻസ് ഷീറ്റിലോ അത് എവിടെ വരും ശരിയായ രീതിയിൽ അതിനനുസരിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുന്നു. ലാബിലിറ്റി സൈഡ് എത്രയാണ് ലഭിക്കുന്നത് എന്നാണ് ആദ്യം നോക്കുന്നത്. 69,200 പ്ലസ് 6,000 എത്രയാണ്? 75,200. 75,200 ഡബിൾ അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. അതേപോലെ അസറ്റ് സൈഡും ടോട്ടൽ ചെയ്യുന്നു. 30,000 പ്ലസ് 10,000 40,000 43 52 72 73 75,200 2,200 ആഡ് ചെയ്തു.
75,200. ഡബിൾ അണ്ടർലൈൻ. നമുക്ക് അസറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് ടാലി ആകുന്നത്. അതായത് ലാബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ തന്നെ ആയിരിക്കും അസറ്റ് സൈഡിൻ്റെ ടോട്ടലും. എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അവിടെ ബാലൻസ് ഷീറ്റ് തെറ്റിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട, ഉത്തരം നൽകുന്നതായിരിക്കും. ഏതുതരം സംശയവും ചോദിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.